AI ലോകത്ത് ഇന്ത്യക്ക് വലിയ ഫുട് പ്രിൻ്റ് ഇല്ല എന്നുള്ളത് ജനറലായിട്ടുള്ള ഒരു ഇംപ്രഷനാണ്. അത് ഒരു പരിധി വരെ ശരിയാണ്. എന്നാലും ധാരാളം കമ്പനികൾ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വിജയിക്കണമെന്നില്ല. എന്നാലും കുറച്ച് കണക്കുകൾ ഞാൻ എടുത്തിരിക്കുന്നു. ഇതൊരിക്കലും ഒരു അതിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമല്ല, കുറച്ച് ഡേറ്റകളാണ് ഞാൻ പറയുന്നത്. ഇൻഫോസിസ് ഏകദേശം 2000 crores കൂടുതൽ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഗസ്റ്റേഷൻ പീരിയഡുണ്ട്. അതായത് അത് മച്ചുവേർഡായി അത് ഒരു ഔട്ട്കം തരുന്നതിന് ഒരു 2 to 3 years വേണ്ടി വരും. ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് ലോക്ക്ഡായിരിക്കും. ഇതാണ് നമ്മൾ അറിയേണ്ട കാര്യം. ഇപ്പോൾ ഇൻഫോ എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അവർ 28 സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം AI റിലേറ്റഡ്. 1200 crores കൂടുതൽ അവർ ഫണ്ട് ഈ വിധത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. ഗസ്റ്റേഷൻ പീരീഡ് 1 to 2 years ആണ്. അപ്പോൾ നസാര എടുക്കുകയാണെങ്കിൽ 830 crores അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 to 4 years ആണ് ഗസ്റ്റേഷൻ പീരീഡ്. HCL ആണെങ്കിൽ 3 to 5 years, അത് 1500 കോടിയോളം വരും. റിലയൻസ് ആണെങ്കിൽ 5 to 7 വർഷമാണ് ഗസ്റ്റേഷൻ പീരീഡ്. ഒരു നല്ലൊരു എമൗണ്ട് 10 lakh crores കൂടുതൽ AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സുകളിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫുൾഫില്ല് ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. എന്ന് തന്നെയില്ല, സ്റ്റാർട്ടപ്പുകളിനകത്ത് ഒരു അൺസർട്ടനിറ്റികളുണ്ട്. അതിനകത്ത് എല്ലാം വിജയിക്കണമെന്നില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെങ്കിലും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ കീഴിൽ മാത്രമായിരിക്കണം. ഞാൻ പറയുന്നത് എൻ്റെ സ്റ്റഡീസിൻ്റെ ഒരു ഇൻഫർമേഷൻസാണ്. അതിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് പോകരുത്. വീക്കെൻഡിൽ ഒരു ലോങ് വീഡിയോ പ്രതീക്ഷിക്കാം, അതായത് സ്ട്രാറ്റജിയെക്കുറിച്ച്. താങ്ക് യു.